ഹായ് ഫ്രണ്ട്സ്, ബ്രെഡ് മാത്രം മതി നല്ല ഗ്രീൻ കളറിൽ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിനു മുന്നായിട്ട് ഈ വീഡിയോ ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഈ മിക്സിയുടെ ജാറിൽ എല്ലാം കൂടെ ഒന്നങ്ങ് കറക്കിയാലും നമ്മുടെ ബാറ്റർ റെഡിയാവും. എന്നിട്ടൊന്നങ്ങ് കുറച്ച് നെയ്യിലൊന്ന് വാട്ടിയെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളീൻ്റെ പകുതി ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്തെടുക്കുന്നു. ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിനായിട്ട് 3 പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഗ്രീൻ കളറിനായിട്ട് മല്ലിച്ചപ്പാണ് ചേർക്കുന്നത്. ഒരു പിടിയോളം തന്നെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2-3 കോഴിമുട്ടയാണ് ചേർത്തെടുക്കുന്നത്. നിങ്ങൾക്കൊരു 4 കോഴിമുട്ട വരെ ഈ ഒരളവിലേക്ക് ചേർത്തെടുക്കാം. ഇതിലേക്ക് മുട്ട കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും അടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ നമ്മൾ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല ഗ്രീൻ കളറിൽ കാണാൻ നല്ല ഭംഗിയുള്ള എരിവും കളറും ഒക്കെ ഉള്ള നല്ലൊരു ബാറ്റർ റെഡി. ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ബ്രെഡും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം ഓരോ സൈസ് ബ്രെഡും ഈ ഒരു മാവിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് ഒന്നങ്ങ് ചൂടായ നെയ്യിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഡിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക, കുതിർന്ന് പോവാതിരിക്കാനാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് നെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഒന്നങ്ങ് ആ ഒരു വശം ആയി തുടങ്ങിയെന്ന് കണ്ടാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്നങ്ങ് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിമും കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ചായ തിളയ്ക്കുന്ന നേരം മതി ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ. വലിയ പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ബ്രെഡ് വെക്കാൻ കഴിയുമോ അത്രയും വെച്ചെടുക്കുക. അപ്പോൾ പിന്നെ എളുപ്പ പണിയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പാൻ ആയതുകൊണ്ട് 2 എണ്ണം വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ആ ഒരു സൈഡും കൂടെ ഒന്നായി എന്ന് കണ്ടാൽ നമുക്കിതിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആകും. ഒരുപാട് അങ്ങ് മുറിച്ചെടുത്താൽ ഇതിൻ്റെ കളറൊക്കെ മാറി ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ബാക്കി എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ടും ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ചൂടോടുകൂടെ തന്നെ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് കട്ടനോടൊപ്പം കഴിക്കാം. ഇത് കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു പാക എരിവും നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഗസ്റ്റ് വരുമ്പോഴും കുട്ടികൾക്കും വീട്ടിൽ ഈവനിങ് സ്നാക്കിനും ഇഫ്താർ സ്നാക്കിനും ഒക്കെ ഇത് അടിപൊളിയാണ്. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള, നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. എന്നാൽ ശരി, ഇനിയൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.